US ഓപ്പൺ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന് ഫൈനലിൽ അമേരിക്കയുടെ ടെയ്ലർ ഫെറ്റ്സിനെ തോൽപ്പിച്ചു. നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സിന്നറുടെ വിജയം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേർന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. അങ്ങനെ ഈ വർഷത്തെ അവസാന ഗ്രാൻഡ് സ്ലാം പോരാട്ടത്തിൽ യാനിക് സിന്നർ വിജയം നേടിയിരിക്കുകയാണ്. നേരിട്ടുള്ള സെറ്റുകൾക്ക് അമേരിക്കയുടെ ടൈലർ ഫിറ്റ്സിനെയാണ് തോൽപ്പിച്ചത്. 6-3, 6-4, 7-5 എന്നതാണ് സ്കോർ. ഒരു നീണ്ട കാലത്തിന് ശേഷം അവരുടെ സ്വന്തം നാട്ടിൽ കിരീടം, ഒരു താരത്തിലൂടെ കിരീടം നേടാമെന്ന അമേരിക്കയുടെ സ്വപ്നങ്ങൾ പൊലിച്ചുകൊണ്ടാണ് US ഓപ്പൺ നേടുന്ന ആദ്യ പുരുഷ താരമെന്ന ഇറ്റാലിയൻ പുരുഷ താരമെന്ന റെക്കോർഡോടുകൂടി സിന്നറുടെ കിരീട നേട്ടം. ലോക 1-ാം നമ്പർ താരമാണ് സിന്നർ. ഈ ടൂർണമെൻറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് വലിയ വിവാദങ്ങളിലൂടെയൊക്കെ തന്നെയായിരുന്നു സിന്നർ കടന്നു പോയിരുന്നത്. അതായത് ഉത്തേജക മരുന്ന് പരിശോധനയിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. അതായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 2 തവണ പരിശോധന നടത്തിയപ്പോഴും ഈ ഉത്തേജക മരുന്നിൻ്റെ അംശം കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് മനഃപൂർവ്വമല്ല, ഒരു മുറിവിന് മരുന്ന് അതിലൂടെ വന്ന ഒരു കുഴപ്പമാണെന്നും ഇത് ഒടുവിൽ പിന്നീട് ഫെഡറേഷൻ സമ്മതിക്കുകയുമൊക്കെ ആയിരുന്നു. ഇതേ തുടർന്ന് മറ്റു താരങ്ങളുമൊക്കെ തന്നെ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തതാണ്. അങ്ങനെ എടുത്ത വെല്ലുവിളിയും കോച്ചിനെ പുറത്താക്കുകയും ഫിസിയോയെ പുറത്താക്കുകയും ഒക്കെ ചെയ്ത ഒറ്റയ്ക്ക് മത്സരത്തിന് വന്നതായിരുന്നു യാനിക് സിന്നർ. എന്തായാലും അദ്ദേഹം വലിയ പോരാട്ടം തന്നെ കാഴ്ചവെച്ച് അങ്ങനെ കിരീടം നേടുന്നു. ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ്. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ നേടി, രണ്ടാമത് ഇപ്പോൾ US ഓപ്പൺ കൂടി നേടുന്നു. വലിയൊരു നേട്ടമാണ്. ഓപ്പണറിയിൽ ആദ്യ കിരീടവും 2ാം കിരീടവും ഒരേ വർഷം നേടുന്ന 3ാമത്തെ താരം മാത്രമാണ്. അതുപോലെ തന്നെ US ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പണും ഒരേ വർഷം നേടുന്ന താരങ്ങളുടെ പട്ടികയിലേക്ക് അങ്ങനെ യാനിക് സിന്നർ കൂടി വരികയാണ്. റോജർ ഫെഡറും നൊവാക് ജോക്കോവിച്ചും പോലുള്ള വലിയ താരങ്ങൾ സ്വന്തമാക്കിയ ആ ഒരു ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ യാനിക് സിന്നറുടെ വരവ്. എന്തായാലും കാർലോസ് അൽക്കാരസിന് കടുത്ത വെല്ലുവിളിയായി താൻ ഉണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് യാനിക് സിന്നറുടെ ഈ കിരീട വിജയം. SKN.